نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും ലോകരക്ഷിതാവുമായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പകർത്തിയും പാലിച്ചും ജീവിക്കുവാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശ്വാസപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കി. ഇനിയൊരു സത്യവിശ്വാസി വളരെ കാതലായി ശ്രദ്ധിക്കേണ്ടതായ, അവന്റെ ആദർശത്തെ മറ്റുള്ള ആളുകൾ അംഗീകരിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായി അവൻ ശ്രദ്ധിക്കേണ്ടതായ സവിശേഷമായ ഒരു ശ്രദ്ധയാണ് അവന്റെ സ്വഭാവവുമായിട്ടുള്ള ശ്രദ്ധ എന്നത്. ഏതൊരു വിശ്വാസിയും ആ സമൂഹം അളന്നെടുക്കുന്ന ഒരാളായിട്ടാണ് ജീവിക്കുന്നത്. ഏതൊരു വിശ്വാസിയെയും ആളുകൾ എല്ലാ കോണുകളിലൂടെയും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവങ്ങളിലെ രൂപീകരണത്തിന് അവന്റെ ഓരോ അവയവവും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞു, ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്ക് പറയണം. ഖൗലൻ മഅറൂഫ, ഖൗലൻ ലയ്യിന, ഖൗലൻ കരീമ, നിങ്ങളുടെ വാക്കുകളെ നന്നാക്കണേ, നിങ്ങളുടെ വാക്കുകളിൽ മാന്യത ഉണ്ടാകണേ, സൗമ്യമായ വാക്ക് നിങ്ങൾ പറയണേ.
നല്ല വാക്കുകൾ നിങ്ങൾ സംസാരിക്കണേ. അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ നന്നാക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തരം പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും ശരിയായത് പറയുക. ഖൗലൻ ലയ്യിന, ഖൗലൻ മഅറൂഫ, ഖൗലൻ കരീമ, മാന്യമായത് പറയുക എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തുകളിലെല്ലാം വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു ശ്രദ്ധിക്കാൻ പറയുന്നത്. നമ്മളുടെ സംസാരം, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ വചനങ്ങൾ, നമ്മളുടെ പ്രയോഗങ്ങൾ അത് ശരിയാക്കുക എന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനമാണ്. ബാക്കിയെല്ലാം അതിന് ശേഷമാണ്. ഒരു മാന്യമായ വേഷം ധരിച്ച് ഇസ്ലാമിന്റെ എല്ലാ ശിആറുകളും ഏറ്റുകൊണ്ടുള്ള ഒരു വേഷം ധരിച്ച സമൂഹം മാന്യനാണെന്ന് വിചാരിക്കുന്ന അയാളുടെ വായിൽ നിന്ന് മാന്യമല്ലാത്ത ഏറ്റവും മോശമായ ഒരു സംബോധനമാണ് വരുന്നതെങ്കിൽ ആ അഭിസംബോധന ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ തകർത്ത് കളയുമെന്നുള്ളത് വാസ്തവമാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമാണ് നമ്മളുടെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിൽ പങ്കുചേരുന്നത് എന്നതാണ്. അതിൽ സുപ്രധാനമാണ് നമ്മളുടെ നാവ് എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഗ്ലം ലി മാ ബൈന ലിഹ്യൈനി വമാ ബൈന റിജ്ലൈൻ, നിങ്ങളുടെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിന്റെയും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളതിന്റെയും കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പു തന്നാൽ സ്വർഗത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള, ഒന്നാമത്തത് നാവിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലാത്തൊരു സൃഷ്ടിപ്പാണത്. വലിസാന വശഫത്തൈൻ, രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയ രൂപത്തിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി അത് ഓഫാക്കാൻ. അതിനൊരു പ്രത്യേകം പേശിയോ പ്രത്യേകം മസിലോ പ്രത്യേകം അസ്ഥിയോ ആവശ്യമില്ല അതിനെ നിയന്ത്രിക്കാൻ. എന്നാൽ അതിനെ പുറത്തേക്ക് വിടാനോ ഈ പറഞ്ഞതുപോലെ ഒരു അധ്വാനവും ആവശ്യമില്ല. അവന്റെ മനസ്സ് വിചാരിച്ചാൽ അതിനെ കെട്ടഴിക്കാനോ അവന് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് നമുക്ക് ഒരുപാട് നരകം ഒരുപാട് വഴികളിലൂടെ നേടിത്തരുമെന്ന് ഗൗരവമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ അതേ നാവിനെ പ്രവാചകൻ പറഞ്ഞു, ആ നാവ് മതി നിങ്ങൾക്ക് സ്വർഗം തരാൻ. ആ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു സത്യവിശ്വാസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സാ വാച കർമ്മണ തീരുമാന പ്രകാരം അവൻ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹുവ ദഖലൽ ജന്ന, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അയാൾക്ക് സ്വർഗമുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്, ഒരു തുലാസിന്റെ ഒരു ഭാഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും മറുഭാഗത്ത് ലോകത്തിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളായ എല്ലാം കൊണ്ടുപോയി വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുമെന്നാണ് റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ അയാളുടെ നാവ് വിചാരിച്ചാൽ അതിന്റെ ദിക്റുകളും പരിശുദ്ധ ഖുർആനിന്റെ പാരായണവും ആളുകളോടുള്ള പ്രബോധനത്തിന്റെ ഈ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി അയാൾ നാവ് ഉപയോഗിച്ചാൽ, നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാൻ നാവിനെ അയാൾ ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് സ്വർഗം എളുപ്പമാണ്. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ പരലോകത്തിന്റെ ഖബറിന്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് ഏറ്റവും വലിയ തടസ്സം നിന്റെ ശരീരത്തിലെ നാവായിരിക്കും. അത്രയും ശ്രദ്ധിക്കാൻ പറഞ്ഞു നാവ്. എത്ര ആയത്തുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻന്, സത്യവിശ്വാസികളെ നിങ്ങൾ ഊഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം ഊഹങ്ങളിൽ മിക്കതും പാപമാണ്. എന്നിട്ട് പറഞ്ഞു വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കാൻ പാടില്ല. വലാ യഅതബ ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. ഖുർആൻ പറയാണ്, നിങ്ങൾ പരസ്പരം ഒരിക്കലും മറ്റുള്ള ആളുകളെ പറ്റി മോശമായത് സംസാരിക്കരുത്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ, മറ്റൊരാളെ, മറ്റൊരു മനുഷ്യനെ പറ്റി പറയാനേ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്,
നിങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലെ ആരുടെയെങ്കിലും മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് അറപ്പാണല്ലേ? അതുപോലെ അപകടമാണ് തന്റെ സ്വന്തം കൂട്ടുകാരെ പറ്റി, ഇന്ന ആളെ പറ്റി, ഇന്ന പണ്ഡിതനെ പറ്റി, ഇന്ന ആളെ പറ്റി പറയുക എന്നത് അപകടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അള്ളാഹു ആ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് പൂർത്തിയാക്കുന്നത് ഇന്നല്ലാഹ തവ്വാബുർ റഹീം, നിശ്ചയമായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ പറയുന്നത് നാവ് കൊണ്ട് ചില്ലറ തിന്മകളല്ല, എത്രയാണുള്ളത്. ഏഷണിയും പരദൂഷണവും ഊഹത്തോടെയുള്ള സംസാരം, അതേപോലെ തന്നെ ഈ തജസ്സസു എന്ന് പറഞ്ഞ ചാരപ്രവർത്തനം, പരിഹാസം, അതേപോലെ തന്നെ കളവ് പറയൽ, അതേപോലെ തന്നെ തെറി പറയൽ, മോശമായത് പറയൽ, ഐബത്തും നമീമത്തും പോലെയുള്ള നിരവധി തെറ്റുകളാണ്. എന്തിന് ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലും പരിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ അള്ളാഹു നിയന്ത്രിച്ചു. ഉറക്കെ സംസാരിച്ചാൽ വരെ എന്റെ ബഹുമാന്യരായ ഉമ്മമാരോടും പെങ്ങന്മാരോടും കൂടിയാണ് നമ്മുടെ സംസാരത്തെ വരെ നിയന്ത്രിച്ചിട്ടുണ്ട് ഖുർആൻ. ഏതെങ്കിലും അഭിപ്രായാന്തരമുള്ള ഹദീസുകൾ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് നിങ്ങളുടെ സംസാരം ഉയർന്നാൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഇബാദത്തുകൾ, അമലുകൾ അത് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നഷ്ടപ്പെട്ടു ചെയ്ത് കിട്ടുമെന്ന് വിചാരിച്ച കഴിഞ്ഞ റമദാനിലെ 30 ദിവസത്തെ അമലുകൾ മാത്രം എടുത്താൽ മനസ്സമാധാനത്തോടെ സന്തോഷിക്കുന്നവരാ നമ്മളെല്ലാവരും. പക്ഷെ അതൊരൊറ്റ ജുമഅയിലെ, ഒരൊറ്റ വരവിലെ, ഒരൊറ്റ പള്ളിയിലെ ഇരുത്തത്തിലെ, അതല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കാതെ പോയ സംസാരത്തിലെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് നഷ്ടമാകുക എന്നത് സഹിക്കാനാവാത്തതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് ഐബത്ത്? അതദറൂന മൽ ഐബ? ഐബത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. റസൂലേ പറഞ്ഞു തരി, നിങ്ങൾക്കും റസൂലുള്ളാഹിക്കും അല്ലാഹുവിനും ഒക്കെ അല്ലേ അറിയുക, പറഞ്ഞു തരി. പ്രവാചകൻ പറയാണ്, ദിക്റുക അഖാക ബിമാ യക്റഹ്. നിങ്ങളുടെ സഹോദരനെ പറ്റി, നിങ്ങളുടെ സ്നേഹിതനെ പറ്റി അവൻ ഇഷ്ടമല്ലാത്തത് പറയലാണത്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെയും ചിന്തിക്കുന്നത് പോലെ അന്നത്തെ സഹാബാക്കൾ ചിന്തിച്ചു. അള്ളാന്റെ റസൂലിനോട് അവർ ചോദിച്ചു, അള്ളാന്റെ റസൂലേ, അഫറഅയ്ത ഇൻ കാന ഫീ അഖീഹി മാ അഖുൽ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പറയുന്നത് അയാളിൽ ഉള്ളതാണെങ്കിലോ? അയാളിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? നമ്മൾ കണ്ടതാണെങ്കിൽ പറഞ്ഞൂടെ? സത്യമാണെങ്കിൽ പറഞ്ഞൂടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അന്നത്തെ സഹാബത്ത് ചിന്തിച്ചു. റസൂലുള്ളാഹിനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇൻ കാന ഫീ അഖീഹി മാ തഖൂലു ഫഖദ് അഅതദ. നിങ്ങൾ പറഞ്ഞത് അയാളിലുള്ളതാണെങ്കിൽ അതാണ് ഗീബത്ത്. ഉള്ളതാണെങ്കിൽ അതാണ് ഗീബത്ത്, അതാണ് ഐബത്ത്. അല്ലെങ്കിലോ വഇൻ ലം യകുൻ ഫീഹി ഫഖദ് ബഹത്ത. നിങ്ങൾ പറഞ്ഞത് അയാളിൽ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ പച്ചക്കള്ളം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, ഉള്ളത് പറഞ്ഞാലും പ്രശ്നമാണ്, ഇല്ലാത്തത് പറഞ്ഞാലും പ്രശ്നമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മിമ്പറിൽ നിൽക്കുന്ന ഞാനും കേൾക്കുന്ന എന്റെ എല്ലാ ശ്രോതാക്കളും ഈ കാര്യങ്ങളിൽ അശ്രദ്ധ പാലിച്ചു പോകുന്ന ആളുകളാണ്. നമ്മൾ ശ്രദ്ധിക്കുക. ആളുകളെ പറ്റി പറയേണ്ടത് എവിടെയാണെന്ന് റസൂലുള്ളാഹി വേറെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമ്മൾ വരും. എപ്പോഴൊക്കെ പറയാം, ആരോടൊക്കെ പറയാം, എന്തിനൊക്കെ അനുവാദമുണ്ട്, എപ്പോ കളവ് പറയാം എന്നുവരെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. കളവ് പറയേണ്ടത് വരെ എപ്പോഴാണെന്ന് പഠിപ്പിക്കാതെ പോയിട്ടില്ല നമ്മുടെ റസൂല്. അതുവരെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ മാത്രമേ അത് പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരാളെ പറ്റി നമ്മൾ പറഞ്ഞാൽ പ്രശ്നമാണ്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരത്തിൽ സൂക്ഷിക്കേണ്ട എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹു തൃപ്തിപ്പെടുന്ന 3 കാര്യങ്ങളെ പറ്റി റസൂലുള്ള പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു തൃപ്തിപ്പെടാത്ത, കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന 3 കാര്യങ്ങളെ പ്രവാചകൻ എണ്ണിയെടുത്ത് അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയത് ഏതാണെന്നറിയോ? 1 ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയൽ. നാവോടെടുക്കുന്ന പണിയൻ, കണ്ടതും കേട്ടതും പറയൽ. രണ്ടാമത്തത് വകതറത്തു സുആൽ, അനാവശ്യമായ ചോദ്യങ്ങൾ ഉയർത്തൽ. നമ്മൾ കാണാറില്ലേ, ചില ചോദ്യങ്ങൾ അനവസരത്തിലായിരിക്കും ആളുകൾ ചോദിക്കുക. ചില ചോദ്യങ്ങൾ ആ ചോദിക്കുന്ന ആളുടെ ഉദ്ദേശത്തിൽ അയാൾക്ക് ഉത്തരം ആവശ്യമുണ്ടാവില്ല.
ആ ചോദ്യം അവിടെ കിടന്നിട്ട് എന്താവണം? വിപ്ലവം ഉണ്ടാകണം. ആ ചോദ്യം ആ ആളുകൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കണം. ആ ചോദ്യങ്ങൾ ആളുകൾക്കിടയിൽ അസ്വസ്ഥതകൾ ജനിപ്പിക്കണം. ആ ചോദ്യങ്ങൾ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം. ആ ചോദ്യങ്ങൾ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ പകർത്തണം എന്ന ഉദ്ദേശത്തിൽ ചോദിക്കുന്നവനോടാണ് പറയുന്നത്, നിന്നോട് റബ്ബ് വെറുക്കുവിടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഞാൻ ആവശ്യമായ ചോദ്യം, കണ്ടതും കേട്ടതും പറയൽ. പ്രവാചകൻ അത്തരത്തിൽ നാവ് കൊണ്ട് ചെയ്യുന്ന എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൂക്ഷിക്കാൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും വന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ആ വിഷയത്തിൽ അറിയാതെ നിങ്ങൾ ഇടപെടുന്ന അപകടമാണ്. നിങ്ങൾ അങ്ങനെ അറിയാതെ വല്ല വിഡ്ഢിത്തത്തിലും പെട്ടുപോയാൽ, വല്ല ജനങ്ങൾക്കും അത് ആപത്തുണ്ടാക്കിയാൽ, പിന്നീട് നിങ്ങൾ അതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരും. ഖുർആനിലെ ആയത്താണ്. ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല, നിങ്ങൾ അത് അന്വേഷിച്ചറിയാതെ നിങ്ങൾ അതിൽ ഇടപെടും, അത് പിന്നീട് വലിയ പ്രശ്നമുണ്ടാക്കും. ആയതിനാൽ ഒരു അധർമ്മകാരി നിങ്ങളോട് വന്ന് പറഞ്ഞാൽ വല്ല വാർത്തയും, ധാരാ അധർമ്മകാരി, നമ്മൾ നമ്മളെ നാട്ടിലെ, നമ്മളെ ഈ ഒരു റിങ്ങിൽപ്പെടാത്ത, പുറത്തു നിന്നുള്ള, നമ്മൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത, നമ്മളെല്ലാരും വെറുക്കുന്ന ആ ആള് മാത്രമല്ല അധർമ്മകാരി. ആ വാർത്തയുമായി വരുന്ന ആൾ ഉണ്ടാക്കുന്ന ദൂഷ്യം എത്രയാണോ അതനുസരിച്ച് വന്ന ആൾ അധർമ്മകാരിയാണ്. അത് എത്ര നല്ലവനായാലും. ആ വാർത്ത കൊണ്ടുവരുന്ന, ആ സമൂഹത്തിലേക്ക് കൊണ്ടിട്ട് വരുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് ആ വാർത്ത ഇട്ടുകൊടുക്കുന്ന ആൾ എത്ര നല്ലവനായാലും, ആ കുടുംബത്തിൽ അത് എത്ര അപകടമുണ്ടാക്കുന്നോ ആ അപകടത്തിനനുസരിച്ച് ഇയാൾ അധർമ്മകാരി തന്നെ, ഫാസിക്കാണ് ഇയാൾ. നിങ്ങൾക്കറിയില്ലേ, പണ്ഡിതന്മാർ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു പാറക്ക് മുകളിൽ ഒരു പഞ്ഞിക്കെട്ടുമായിട്ട് ഒരാൾ പോകുന്നു. എന്നിട്ട് ആ പഞ്ഞിക്കെട്ടുകൾ അയാൾ പാറയിൽ നിന്നിങ്ങനെ ഭിന്നിപ്പിച്ചിങ്ങനെ പറപ്പിക്കുകയാണ്, തുന്നമാക്കി ഇങ്ങനെ പറപ്പിക്കുകയാണ്. പാറയുടെ ആ കുന്നിന്റെ എല്ലാ ഭാഗത്തേക്കും ആ പഞ്ഞിക്കെട്ടുകൾ പറന്നുപോയി. ഇതാണ് ഒരു വാർത്ത, ഒരു മനുഷ്യൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു രൂപം. എന്നിട്ട് അയാൾക്ക് തോന്നുകയാണ്, വേണ്ടായിരുന്നു, പറപ്പിക്കണ്ടായിരുന്നു. അയാൾ ആ പഞ്ഞിക്കെട്ടുകളൊക്കെ തിരിച്ച് ശേഖരിക്കണമെന്ന് വിചാരിച്ചാൽ കിട്ടുമോ പ്രിയപ്പെട്ടവരെ? എന്നതുപോലെയാണ് ഒരു വാർത്ത വലിയ സംഭവമാക്കി നമ്മൾ പറയും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയും അത് അയാളല്ലായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇത് മറ്റേ ആള് വെറുതെ പറഞ്ഞതാണ്. ഇതറിയുമ്പോഴേക്കും ഈ പഞ്ഞിക്കെട്ടുകൾ പടർന്ന് പലയിടത്തേക്കുമായിട്ടുണ്ടാകും. അതിന്റെ ദൂഷ്യം എത്ര കാലം ആ സമൂഹം അനുഭവിക്കുന്നു. ഇയാൾ പശ്ചാത്തപിച്ചാലും ശരി, അയാൾക്ക് ഇത് മുഴുവൻ പാക്ക് ചെയ്യാത്ത കാലത്തോളം അയാൾ കൊടുക്കും. വിദഗ്ധത്തിന്റെ അവസ്ഥ തന്നെയാണ്. വിദഗ്ധത്തിന്റെ അവസ്ഥ എന്താ? വലിയ സംഭവമാണ്. ഏതോ ഒരു നാട്ടിൽ ഒരു കാലത്ത് ജീവിച്ച, നാട്ടുകാരൊക്കെ പണ്ഡിതനാണെന്ന് വിശ്വസിച്ചിരുന്ന ആളിൽ നിന്നാണ് ഇത് പുറപ്പെടുക. അയാളാണ് അതിന് രൂപം കൊടുക്കുക. ശേഷം ഒന്നുകിൽ അയാൾ മരണപ്പെടും, അല്ലെങ്കിൽ അയാൾ തിരിച്ചറിവിന്റെ പേരിൽ അയാൾ നിർത്തിയിട്ടുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അത് കണ്ട് സമൂഹം അത് വീണ്ടും മതത്തിന്റെ കാര്യമല്ലേ, നല്ലതല്ലേ, പണ്ടുള്ള ഇന്നാൾ ഉണ്ടാക്കിയതല്ലേ, ആ ആളുകളൊക്കെ ആചരിച്ചതല്ലേ, ബാപ്പയും ഉപ്പാപ്പയും പൂർവികരുമായ ആളുകളൊക്കെ കൊണ്ടാടിയതല്ലേ എന്ന് വിചാരിച്ച് സമൂഹം ഇതാഘോഷിക്കും. ഇത് തുടങ്ങിയ ആൾ ഒരുപക്ഷെ ആ ഒരു വർഷം മാത്രമേ ഉണ്ടാവുകയാണ് നയിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാൾ തിരിച്ചറിവോടുകൂടി അത് നിർത്തിയിട്ടുണ്ടാകും. അയാൾ നിർത്തി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അയാൾ മാറിയാലും ഇയാൾ ഉണ്ടാക്കിയ ദൂഷ്യം ഈ ലോകത്ത് എത്ര പടർന്ന് പന്തലിച്ച് പ്രസരിച്ചോ അതിനനുസരിച്ചുള്ള പാപം അയാളിലേക്ക് വരും. ഭയങ്കര അപകടമാണ് ബിദ്അത്ത്. കുല്ലു ബിദ്അത്തിൻ ദലാല. അതുകൊണ്ടാണ് ഇത് വലിയ ദലാലത്താണെന്ന് പറഞ്ഞത്. ദലാലത്തുകൾക്കുള്ള പ്രത്യേകത എന്താ? നേരെ വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, നരകത്തിലേക്കേ അതിന് വഴിയുള്ളൂ, മറ്റൊരു ഭാഗത്തേക്ക് അത് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നതുപോലെ നമ്മളൊരു അനാവശ്യമായ ഒരു സംസാരം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. മുനാഫിക്കുകളായ ആളുകൾ നിങ്ങളിൽ ആരൊക്കെയുണ്ടെന്ന് റസൂലുള്ളാഹ് സൂചാത്മകമായിട്ട് സൂചനയോടുകൂടി പറഞ്ഞു. ഇതിന്റെ ലക്ഷണങ്ങൾ റസൂലുള്ളാഹ് പറഞ്ഞു. ആയത്തുൽ മുനാഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരം റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബികൾ, സ്വാലിഹീങ്ങൾ, സച്ചരിതർ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ അതൊന്നും അല്ലാത്തൊരു വടക്ക് വിഭാഗമായിരുന്നു അവരെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. അല്ല, എല്ലാവരുടെ കൂട്ടത്തിലും അഅറാബികളിൽ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. മദീനക്കാരിൽ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ഖുർആനാണ് പറയുന്നത്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ മുനാഫിക്കുകൾ ഉണ്ടോ എന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. നമ്മുടെ കൂട്ടത്തിൽ ഞാനല്ലാതെ മറ്റേതൊക്കെ മുനാഫിക്കുണ്ട് എന്ന് പരിശോധിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ എന്ന ഈ ഞാൻ മുനാഫിക്കാണോ എന്ന് സ്വന്തം പരിശോധിക്കുന്നതായിരിക്കും എളുപ്പം. എന്താ ലക്ഷണം? ആയത്തുൽ മുനാഫിഖി സലാസ്. ഇദാ ഹദസ കദബ, സംസാരിച്ചാൽ അയാൾ കളവ് പറയും. അത് മുനാഫിക്കിന്റെ ലക്ഷണം. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ അയാൾ ലംഘിക്കും. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ അയാൾ ചതിക്കുകയും ചെയ്യും. ഒരു കാര്യം ഏൽപ്പിച്ചൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ അയാളെ നമ്മളെ പറ്റിച്ചു കളയും. ചെറിയൊരു തെറ്റിപ്പോലൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അയാൾ വഞ്ചിക്കാൻ തന്നെ തീരുമാനിച്ചതായിരുന്നു. അയാൾ വാക്ക് പറഞ്ഞിട്ട് പാലിച്ചിട്ടില്ലായിരുന്നു. സാങ്കേതികമായ തടസ്സങ്ങളൊന്നല്ല ഇവിടെ പറയുന്നത്. ഒരാൾ ബോധപൂർവം അയാളുടെ സ്വഭാവം ഇതാണെങ്കിൽ അയാൾ മുനാഫിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മൂന്നിടത്തും നാവ് വരുന്നുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു. മൂന്നിനും നാവ് കൊണ്ടാണ് അയാൾ പണിയെടുക്കുന്നത്. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ പ്രയാസം? കളവ് പറയുന്നത് ചെറിയ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. മക്കളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി അതാ വരുന്ന പുലി, അതാ വരുന്ന കള്ളൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് വരെ റസൂലുള്ളാഹി വിലക്കി. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉമ്മയും പ്രവാചകന്റെ അടുക്കൽ വന്നു. ജാബിർ പുറത്ത് നിന്ന് കളിക്കുകയാണ്, ചെറുപ്പത്തിലാണ്. അങ്ങനെ എന്നാ ജാബിറെ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് വിളിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഉമ്മയോട്, എന്താണ് നിങ്ങളെ കയ്യിൽ? ഒന്നുമില്ല, മോൻ വരണ്ടിയിട്ടാണ്. പാടില്ല എന്ന് പറഞ്ഞു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്കി, എന്താ വരുന്നാന്ന് പറഞ്ഞാ പിടുത്തണ്ടല്ലോ, അതുപോലും പാടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇതെന്താ ഇതിന്റെ വലിയ അപകടം എന്താണെന്നറിയോ? ഇത് സ്ഥിരം ചെയ്യുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നേ അല്ല. എല്ലാവരും തൊഴിലെടുക്കുന്ന ആളുകൾ തൊഴിലിന് മടിയായി കരണ്ടില്ല എന്ന് പറയാ, ഒറ്റ വർത്താനം, സാധ്യത ഉണ്ടാവില്ല. എല്ലാ കാര്യത്തിനും അതുപോലെ എന്തെങ്കിലും ഒരു ഏറ്റവും സിമ്പിളായിട്ട് അയാൾ പറഞ്ഞതിൽ രക്ഷപ്പെടുന്നത് കാണാം. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിന്റെ വക്കിൽ ഒരാൾ ഇരിക്കുന്നു. കൂടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഇരുമ്പിന്റെ കുളത്ത് അയാളുടെ വായിലേക്ക്, തൊണ്ടയിലേക്ക് ഇറക്കി ചെറുനാവിന്റെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് നിരവധി കുളത്തുകളുള്ള അതിങ്ങനെ ഇറക്കിയിട്ട് അത് വലിച്ചു പൊട്ടിച്ചു കളയാണ്. അട്ടഹാസത്തോടെ വേദന കൊണ്ട് പൊളഞ്ഞ് നിലവിളിച്ച് ആ മനുഷ്യൻ ബുദ്ധിമുട്ടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത് ജിബ്രീലേ, എന്താ ഇത്, എന്ത് ശിക്ഷയായത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കളവ് പറഞ്ഞ് നടക്കുന്നവന്റെ ശിക്ഷയാണ്. അള്ളാഹു നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാണ്. കളവ് പറയുന്നത്, വിശ്വസ്തത എന്നത്, ട്രസ്റ്റ് എന്നത് ഒരാൾക്ക് ഒരു തവണ മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു സാധനം ദുനിയാവിൽ. അത് നഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഏത് പാലിൽ മുക്കിയാലും സംസമിൽ മുക്കിയാലും അയാളോടുള്ള ട്രസ്റ്റ് അത് മറ്റേയാൾക്ക് പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് സത്യസന്ധനാവുക എന്നത് പ്രധാനമാണ്. എന്ത് തന്നെയായാലും ശരി, നമ്മൾ പറയേണ്ടതായ ന്യായം നമ്മുടെ മാതാപിതാക്കൾക്കെതിരായാലും ശരി, ഈ ആയത്തിന്റെ തുടർച്ചയായി അള്ളാഹ് പറയുന്നുണ്ട്, അത് നിന്റെ മാതാപിതാക്കൾക്കെതിരാവട്ടെ, മക്കൾക്കെതിരാവട്ടെ, സത്യത്തിന്റെ കൂടെ നീ നിൽക്കണമെന്നാണ്. നമ്മൾ ആ പറഞ്ഞാൽ നിന്റെ ഉപ്പ കൊടുക്കുന്ന കേസാണ്, നിന്റെ മോൻ കൊടുക്കുന്ന കേസാണ്, നിന്റെ ഓള് പെടും അതിൽ എന്ന് വിചാരിക്കരുത്. കളവ് വേരരുത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസു തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയകമായിട്ട് ഒരുപാട് ആയത്തുകളും ഹദീസുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബയിൽ നമുക്കത് ചെയ്യാം. പ്രധാനമായും നമുക്കറിയാം, ദുൽഹിജ്ജ മാസം നമ്മളോട് അടുക്കുകയാണ്. ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ യുദ്ധവും കാര്യങ്ങളുമൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക ഒരവസ്ഥയിലേക്ക് മാറുകയും ആളുകളുടെ ഭയത്തിൽ നിന്ന് അവർ മുക്തരാകുന്നൊരവസ്ഥ വരികയും ഹജ്ജിന് വേണ്ടി, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ആളുകൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു അവർക്കെല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി, അപകടങ്ങളൊന്നുമില്ലാതെ, ഭയപ്പാടുകളൊന്നുമില്ലാതെ, മനസ്സമാധാനത്തിൽ വലിയ തുകകൾ ചെലവഴിച്ച് ആരോഗ്യത്തിൻ്റെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് അവർ നിർവഹിക്കുന്ന ആ പരിശുദ്ധ ഹജ്ജിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ നമ്മൾക്ക് പോകാതെ നാട്ടിലുള്ള ആളുകൾക്കും പരിശുദ്ധ ഹജ്ജിൽ ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവർ. അതിൽ സുപ്രധാനമായ ഒന്നാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിൽ പറഞ്ഞില്ലേ,
ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നമസ്കരിക്കാൻ പറഞ്ഞതിന്റെ ഒപ്പം പറഞ്ഞു ലിറബ്ബിക വൻഹർ, അള്ളാഹു വേണ്ടി തറക്കാൻ, അള്ളാഹുവിന് വേണ്ടിയിട്ട് തറക്കാൻ. ആ അറവ് ഉദ്ഹിയ്യത്താണ്. നമുക്കറിയാം പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾക്കും ഇവിടുത്തെ ആളുകൾക്കും ഒക്കെ നിർവഹിക്കാനുള്ള ഒന്നാണത്. ഇവിടെ ഞാനിത് പരാമർശിക്കാനുള്ള കാരണം, ആർക്കെങ്കിലും അങ്ങനെ ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കണം, സ്വന്തമായിട്ടൊരു ഉരുവിനെ, ഒരാടിനെ അല്ലെങ്കിൽ ഒരു ഉരുവിനെ ഒക്കെ അറക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ തയ്യാറാകേണ്ട ഒരു സന്ദർഭമാണ് ഇത്. ഞാൻ ഉണർത്തുന്നു എന്ന് മാത്രം. അതിനുവേണ്ടി നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മസ്ജിദിലും കൂട്ടമായി ചെയ്യാനും ഒറ്റയ്ക്ക് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. നമ്മളെല്ലാവരും അതിന് ഇപ്പോഴേ തയ്യാറെടുക്കുക. സ്വന്തമായി ചെയ്യുന്ന ആളുകൾ വീടകങ്ങളിലൊക്കെ അത് വാങ്ങി പോറ്റി വളർത്തി നമ്മുടെ കാരുണ്യവും സ്നേഹവും ഒക്കെ നൽകിയ ഒന്നിനെ അള്ളാഹ്ക്ക് വേണ്ടി അറക്കുമ്പോഴാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 60 വയസ്സുകാലത്തിന് ശേഷം തനിക്ക് ലഭിച്ച നല്ല മുത്തുപോലുള്ള ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആ മിനയുടെ തായ്വരയിലെ ആ കുന്നിന്റെ മുകളിലെ കല്ലിൽ കിടത്തിയിട്ട് വാപ്പയ്ക്ക് ഇങ്ങനെ ഒരു അള്ളാന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്, മോനെ നിന്നെ അറുക്കാൻ. എന്നെ അറുക്കാനോ? അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, അല്ല കൽപ്പിച്ചിട്ടാണോ എന്ന് വാപ്പാനോട് മോൻ ചോദിക്കുമ്പോൾ അതേ എന്ന് ഉത്തരം പറഞ്ഞിട്ട് ആ ഇബ്രാഹിം നബി മകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മകൻ പറയുന്നുണ്ട്, എങ്കിലും വാപ്പ അത് ചെയ്തോളി, എന്നെ ക്ഷമാലുക്കളിൽ നിങ്ങൾക്ക് പരലോകത്ത് കാണാം എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ അതേപടി അനുസരിക്കുന്ന വാപ്പയെയും വാപ്പനെ അതേപടി അനുസരിക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ അതെത്ര അപകടകരമായ കാര്യമാണെങ്കിലും അത് ചെയ്യാൻ ഞാൻ നിങ്ങളെ കൂടെ നിൽക്കും, അതെന്റെ ജീവൻ പോകുന്ന ഇബാദത്താണെങ്കിലും വരെ എന്ന് പറഞ്ഞ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ത്യാഗോജ്ജലമായ ആ ഒരു സമ്മതം മൂളൽ അതിനെ പകരം നൽകുകയാണ് പടച്ചവൻ. വേണ്ട, അറക്കേണ്ടതില്ല, പകരം ഒരു ആട്ടിനറുത്തോളി ഇബ്രാഹിം. അതിന്റെ ആദര സൂചകവും അതിന്റെ ഐക്യദാർഢ്യവും പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നമുക്കും വേണ്ടതുണ്ട്. അന്ന് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആയിരുന്നു ഇബ്രാഹിം നബി അറുത്തിരുന്നതെങ്കിൽ, അതിന്റെ ഐക്യദാർഢ്യം ഈ ദുനിയാവിൽ നടന്നിരുന്നുവെങ്കിൽ ഈ മനുഷ്യരാശി ഉണ്ടാകുമായിരുന്നു. ഇതറിയുന്ന റബ്ബിന് അള്ളാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള എല്ലാ അടവുകളും അള്ളാഹു നൽകിയപ്പോ എല്ലാറ്റിനെയും അതിജയിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു അത്. അതും സിമ്പിളായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശ്വാസം അതിനെ അതിജയിക്കാൻ കാരണമായി എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ തുകയിലെ ഒരു ചെറിയ തുകയെടുത്ത് ഒരു ആട്ടിനെ വാങ്ങും, ഒരു ഉരുവിനെ വാങ്ങി, നിങ്ങൾക്ക് കഴിയുന്നില്ലേ നിങ്ങൾ 7 പേര് കൂടിയിട്ട് വാങ്ങിക്കോളി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കുക, ടയർ പഞ്ചറായാൽ, വണ്ടിയുടെ എൻജിൻ പെട്ടെന്ന് കേടുവന്നാൽ, വീടിന്റെ ഫ്യൂസ് അടിച്ചു പോയാൽ, മീറ്റർ ബോക്സ് കത്തിപ്പോയാൽ 24 മണിക്കൂറിനുള്ളിൽ 7000-ഉം 10,000-ഉം 30,000-ഉം സംഘടിപ്പിക്കാൻ കഴിയുന്നവരാ നമ്മളെല്ലാവരും. ഒരു സംശയവും ഇല്ല. അതിനേക്കാൾ വേഗതയിൽ വരും. നമ്മുടെ കുട്ടി വീണു, സർജറി വേണം, സ്റ്റീൽ ഇടണം, ഓപ്പറേഷൻ വേണം, വൈകുന്നേരം ഇത്ര പൈസ കൗണ്ടറിൽ അടക്കണം എന്നൊരു നോട്ടീസ് വന്നാൽ സംഘാടന മികവിന്റെ ഉത്തുംഗതയിൽ നമ്മളുടെ കഴിവുകൾ തെളിയിക്കുന്നവരാ നമ്മളെല്ലാവരും. ഇവിടെ പറയുന്നത് നിങ്ങളുടെ മോനെ അറുക്കാനല്ല, നിങ്ങൾക്ക് ഏറ്റവും ചെറിയ തുക കൊടുത്ത് അറുക്കാൻ ഒരു ഉരുവിനെ, ഇല്ലെങ്കിൽ ആ ഉരുക്കളറക്കുന്ന 6 പേരുടെ കൂടെ നീയും കൂടി ആ 7 പേരാകാൻ. അതിനാണല്ലോ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ഉദ്ഹിയ്യത്തിൽ പങ്കുചേരാൻ സാധിക്കും. ഈ നാട്ടിലെ പാവപ്പെട്ടവരായ മുഴുവൻ മനുഷ്യരുടെയും വീടകങ്ങളിൽ, അവരുടെ വയറിൽ, അവരുടെ ആമാശയത്തിൽ, ഈ മസ്ജിദ് സൗദിലെ മുഴുവൻ പ്രവർത്തകരുടെയും ആ ഒരു ഐക്യത്തോടു കൂടിയുള്ള ഉദ്ഹിയ്യത്തിന്റെ ഭക്ഷണം അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സാധാരണ അനൗൺസുകൾ ഞാൻ ഖുതുബയിൽ പറയാറില്ല, എന്നാലും പ്രയാസത്തോടെ പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകന്റെ മകൻ 2 ആഴ്ചയായി റിയാദിൽ ജീവനറ്റ് കിടക്കുന്നത് പോലെ, ഒരിളക്കവും ഇല്ലാതെ കിടക്കുകയാണ്. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കുളിച്ച് മാറ്റി ഇങ്ങനെ ഡ്രസ്സ് മാറ്റുന്നതിനിടയിൽ ചായ കുടിക്കാൻ വരാത്തത് കണ്ടപ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ വീണ് കിടക്കുകയാണ്. ഇപ്പോഴും ബോധം വന്നിട്ടില്ല. 15 വയസ്സോളമുള്ള മകൻ, നമ്മളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ പുത്രനാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എത്ര പ്രതിസന്ധി ഉണ്ടാവും അങ്ങനെ ഒരു മോൻ. ആരായി മകൻ? നമ്മുടെ ഓരോ വാപ്പമാർക്കും നിഴലുപോലെ നിൽക്കുന്ന മക്കളാണ്. അവരിങ്ങനെ നിശ്ചലമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ
ഒരാൾക്കും സഹിക്കാൻ പറ്റാത്തതാ പ്രിയപ്പെട്ടവരെ. മനമുരുകി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ആ കുട്ടിക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പെട്ടെന്ന് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം 4 ആളുകൾ മരണപ്പെട്ടു ഒരു വാഹനത്തിൽ. അള്ളാഹുവാണ്, ഞാൻ ആ വാർത്തയൊക്കെ വായിച്ച് വിരുമ്പിയിട്ടുണ്ടെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ വരുന്ന വഴിയിലാണ് എൻ്റെ ഖുതുബക്ക് വേണ്ടി എല്ലാ ആഴ്ചയും ബാംഗ്ലൂരിൽ ദൂരെയുള്ള വീട്ടിൽ നിന്ന് ഖുതുബ കേൾക്കാൻ വരുന്ന ഒരു ടീച്ചറും മകനും മകളും ആങ്ങളയുമാണ് മരണപ്പെട്ടത് എന്നറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വാപ്പയും ഒരു മോളും ബാക്കിയാകുക. അള്ളാഹു അവർക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും നമ്മളുടെ ഏറ്റവും നേർത്ത ഹൃദയം കൊണ്ട് ചൊല്ലുന്ന, പറയുന്ന, ആവശ്യപ്പെടുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അവരാവശ്യപ്പെടുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു വിഷമിക്കുന്ന ആളുകൾക്കെല്ലാം പ്രയാസം നൽകുമാറാവട്ടെ. ഇവിടെ ഒരു സഹോദരിക്കും അതുപോലെ ഒരു പ്രതിസന്ധിയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ, രോഗങ്ങൾ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് അമലുകൾ നിർവഹിക്കാനായി പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ പോകുന്ന പോയവരായ എല്ലാ ആളുകൾക്കും അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അവരുടെ ആ അമൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في ديننا ودنيا. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين.